ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൊടുപുഴയിൽ ചാണ്ടിയുമ്മൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെയും ജലപീരങ്കി പ്രയോഗിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റേത് ആരോഗ്യവകുപ്പ് നടത്തിയ കൊലപാതകമെന്നാണ് മഹിളാ കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. 2 മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ബിന്ദുവിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇവർ 8 മാസം കൊണ്ട് ഇനി മന്ത്രിയായി ഇരുന്നാൽ മോർച്ചറിയിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോവുക. തൊടുപുഴയിൽ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ മങ്ങാട്ടുകുല കാഞ്ഞിരമറ്റം റോഡ് ഉപരോധിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കണ്ണൂർ, കൊല്ലം, ഇടുക്കി എന്നിവിടങ്ങളിലെ ജില്ലാ ജനറൽ ആശുപത്രികളിലേക്ക് BJP മാർച്ച് നടത്തി. കണ്ണൂരിൽ കെ സുരേന്ദ്രനും കൊല്ലത്ത് ശോഭാ സുരേന്ദ്രനും ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.